കഴിഞ്ഞ ദിവസം മലപ്പുറം താനൂരിൽ നിന്ന് 2 +2 വിദ്യാർത്ഥിനികളെ കാണാതായിരുന്നു. അവരെ മുംബൈയിൽ വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ ഇന്ന് പുലർച്ചെ 1:45-ന് ലോനാവാലയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. മൊബൈൽ ലൊക്കേഷൻ വഴിയുള്ള അന്വേഷണമാണ് പ്രധാനമായത്. രാവിലെ മുംബൈയിലെത്തുന്ന തനൂർ പോലീസിന് പെൺകുട്ടികളെ കൈമാറും. ബുധനാഴ്ചയാണ് കുട്ടികളെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാനായി കുടുംബാംഗങ്ങൾ സ്കൂളിനടുത്ത് കുട്ടികളെ കൊണ്ടുവിട്ടതാണ്. പിന്നീട് അവിടെ നിന്നാണ് 2 കുട്ടികൾ ഒന്നിച്ച് പോകുന്നത്. ബുധനാഴ്ച തെരച്ചിൽ നടത്തി, ഇന്നലെ ഉടനീളം തെരച്ചിൽ നടത്തി. ഇന്നലെ ഏതാണ്ട് വൈകിട്ടോടെയാണ് കുട്ടികൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ കിട്ടുന്നത്. ജെയ്സനാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത്. ജെയ്സൺ, അങ്ങനെ ഒരു ദിവസം നീണ്ട അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ നീങ്ങി കുട്ടികളെ കണ്ടെത്തിയിരിക്കുകയാണ്. അവരെവിടെയാണ് ഉള്ളത്? കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ജെയ്സൺ? പ്രജില, നമ്മളിപ്പോൾ മുംബൈയിലല്ല, പൂനെയിലാണ്. പൂനെ റെയിൽവേ സ്റ്റേഷന് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനുള്ളിൽ അങ്ങേയറ്റത്തായിട്ട് അവിടെ ഒരു GRPF ഒരു ഓഫീസുണ്ട്. അവിടെയാണ് കുട്ടികളുള്ളത്. നമ്മൾ ആ കുട്ടികളുമായി സംസാരിച്ചു. കുട്ടികൾ അല്പം ഭയത്തിലാണെങ്കിൽ പോലും വീട്ടിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ കുട്ടികൾ പറഞ്ഞു. കുട്ടികൾക്ക് ആശ്വാസമുണ്ട്, ഒരു ഭീതി അകന്നു. ഞങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടിയെങ്കിലും വീട്ടിൽ എത്താൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷ കുട്ടികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികൾ പോലീസ് സ്റ്റേഷനുള്ളിൽ തന്നെ പോലീസുകാരുടെ പൂർണ്ണ സുരക്ഷിതത്വത്തിൽ, മുനയിലെ മലയാളി അസോസിയേഷന് പ്രതിനിധികളുണ്ട്, അത്തരത്തിൽ പൂർണ്ണ സുരക്ഷിതത്വത്തിൽ ഉള്ളിൽ കഴിയുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 6 മണിക്ക് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം 8:30-ക്കാണ് മുംബൈയിലെത്തുക. മുംബൈയിൽ നിന്നും റോഡ് മാർഗം ഇങ്ങോട്ട് വരും പോലീസ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 12 മണിക്ക് ഓടടുക്കും ഇവിടെ എത്താൻ. അത് കഴിഞ്ഞതിന് ശേഷമേ ഈ കുട്ടികളെ കൈമാറാൻ സാധിക്കൂ. നിലവിൽ അത്തരത്തിലാണ് റെയിൽവേ പോലീസ് നമ്മളോട് പങ്കുവെച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഏതായാലും പോലീസിന്റെ പൂർണ്ണ സംരക്ഷണയിലാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളുടെ ഭീതി പൂർണ്ണമായും അകന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കുട്ടികളിൽ ഉണ്ടായിരുന്ന, അതായത് ലോനാവാലയിൽ നിന്നും കുട്ടികളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ചില ചിത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അമ്പരപ്പൊക്കെയുണ്ട്, ഒരു ആശങ്കയും ഒരു ഭയവും ഭയപ്പാടുമൊക്കെയുണ്ട്. ആ ഭയപ്പാടുകളെല്ലാം കുട്ടികളിൽ മാറി എന്നുള്ളതാണ് ഏറ്റവും ആശ്വസിപ്പിക്കാവുന്ന കാര്യം. നമ്മളിപ്പോൾ ഉള്ളിൽ കയറി കുട്ടികളുമായി സംസാരിച്ചതാണ്. കുട്ടികൾ പറഞ്ഞതും, നമ്മളോട് അപരിചിതരാണ് എങ്കിൽ പോലും കുട്ടികൾ നമ്മളോട് പറഞ്ഞതും പങ്കുവച്ചതും അത്തരത്തിലുള്ള വിവരങ്ങളാണ്. വീട്ടിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയുമൊക്കെയാണ്. രക്ഷിതാക്കളിൽ നിന്ന് സ്നേഹപൂർവ്വമായ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായി എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വലിയ ആശ്വാസത്തിലാണ്.